ഓക്കെ, നമ്മളെ +1 റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മളെന്താണ് ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് മനസ്സിലാക്കി കൊണ്ടുപഠിക്കണം. അല്ലാണ്ട് വെറുതെ കുറേ തിയറി പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. തിയറി എടുക്കുക, ഡസ്റ്റ്ബിന് ചാടുക. അതുകൊണ്ട് എന്താണ് ഇത് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നൊരു ചെറിയ കോൺസെപ്റ്റാണ്. ഞാനിത് സെൻറ്റർ ഓഫ് മാസിന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതിലൊരു ചെറിയൊരു എക്സാമ്പിൾ കൂടി. നമ്മളിപ്പോൾ ഒരു സ്കെയിൽ എടുക്കും, ജസ്റ്റ് ഒരു സ്കെയിൽ. അത് ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വേറൊന്നും ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു സ്കെയിൽ. ഈ സ്കെയില് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച്, എന്നിട്ട് ഇത് എൻ്റെ കൈ ഞാൻ ഇങ്ങനെ വിടാൻ പോവാം. എന്ത് സംഭവിക്കുമോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്. സ്കെയിൽ വീണ് കുറച്ചും കൂടി ഇത് അടുത്തേക്ക് വെച്ച് എന്ത് ചെയ്ത് സ്കെയിൽ വീണ്. ഞാൻ അതേപോലെ ഇതിപ്പോൾ ഇവിടെയല്ലേ വെച്ച്, ഇനിയിപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെ വെച്ചാൽ എന്ത് ചെയ്യും, സ്കെയിൽ ബാലൻസ് ആവുമോ? സ്കെയിൽ ഇങ്ങനെ വെച്ച് ബാലൻസ് ആയില്ല. ഒരു മിനിറ്റ്. എന്താണ്, സ്കെയിൽ വീണുപോയി. അതേസമയം ഞാൻ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വെച്ച് എന്നാലും സ്കെയിൽ വീണുപോയി. കുറച്ചും കൂടി ഒരു സെൻറ്ററിലോട്ടേക്ക് വെച്ച് പക്ഷെ എന്നാലും വീണു പോലെ തന്നെ അല്ലത്. കുറച്ചും കൂടി ഒന്ന് എന്താക്കി, ഒന്ന് അഡ്ജസ്റ്റ് ആക്കി. ഇതിപ്പോൾ സ്കെയിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ടാ. ദിസ് ഇസ് സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ ഇങ്ങനെ സ്കെയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ പോയിന്റ്, ഇതാ ഞാനിപ്പോൾ ഈ വെച്ചിരിക്കുന്നത് ഇവിടെ എൻ്റെ വിരൽ കാണുന്നുണ്ടെങ്കിൽ ഇതാ ഈ വിരൽ, ഇതാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. മീൻസ് സെൻറ്റർ ഓഫ് മാസ് ഇറ്റ് ഇസ് ദ ഇമാജിനറി പോയിന്റ് വേർ ദ ഹോൾ മാസ്, ഇതാണ് ബോഡി, ഹോൾ മാസ് ഓഫ് ദ ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. ഇങ്ങനെ വേണം ഇത് പഠിക്കാൻ. നമ്മളെന്താണ് വെറുതെ തിയറി പഠിക്കാണ്ട് നോക്കുക. ഇവിടെ ഇപ്പോൾ ഇത് കറക്റ്റ് ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്. ഈ 15 സെൻറ്റിമീറ്റർ സ്കെയില് കറക്റ്റ് ബാലൻസ് ആയി നിൽക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും നീങ്ങുന്നില്ല, ഇങ്ങോട്ടും നീങ്ങുന്നില്ല. ദിസ് ഇസ് കോൾഡ് സെൻറ്റർ ഓഫ് മാസ്, ദ ഇമാജിനറി പോയിന്റ് വേർ എന്താണ് നമ്മളെ ദ ഹോൾ മാസ് ഓഫ് ദിസ് ബോഡി ഈസ് അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. നമ്മൾ റൊട്ടേഷനിൽ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എന്താണ്, നമ്മളിപ്പോൾ ഒരു ലാഡർ നമ്മളിങ്ങനെ എന്താണ് ഒരു ചുമരിനോട് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച്, അന്നേരം നമ്മൾ ലാഡറിൻ്റെ താഴത്തെ സ്റ്റെപ്പിലേക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ ഷെയ്ക്കിങ് എഫക്റ്റ് തോന്നുന്നു. ഷെയ്ക്കിങ് സ്റ്റെപ്പിൽ ഇങ്ങനെ എന്താണ് പെട്ടെന്ന് വീണു പോലത്തെ ഫീലിംഗ് ഒന്നും നമ്മളിപ്പോൾ ഒരു ലാഡറിൻ്റെ ഏറ്റവും താഴെ എന്നാൽ നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ. പക്ഷെ അതിൻ്റെ പകരം നമ്മൾ ലാഡറിൻ്റെ ഏറ്റവും മുകളിലങ്ങ് എത്തിപ്പോയിരുന്ന സ്ഥിതി നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയാവില്ലേ. അഥവാ ഇന്ന് തെന്നി മാറിയപ്പോൾ അങ്ങ് ബാക്കൗട്ട് ആയി പോകുന്ന നമ്മളേറ്റവും മുകളിലേക്കുമ്പോൾ ഇതിങ്ങനെ ബാക്കൗട്ട് പോകുന്നൊരു ഫീലിംഗ് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ലാഡറൊന്നും ഇല്ല. പക്ഷേങ്കിൽ ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇല്ല സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ നോക്കട്ടെ, എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ്, ഇപ്പോൾ ഇതാണ് നമ്മളെ ചെറിയ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ലാഡറാണ് നിങ്ങൾ വിചാരിക്കുക. ഇതാണ് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു കുറച്ചും കൂടി മേലെല്ലാം സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇതിപ്പോൾ ഇതാ ദിസ് ഇസ് എ ലാഡർ. ഇത് ഞാൻ എന്താണ് ഇത് നമ്മുടെ ചുമരാന്നായിരിക്കും. നമ്മൾ ചുമര് വെച്ച് നമ്മുടെ ലാഡറിനെ ഇങ്ങനെ നിങ്ങളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യും. നമ്മൾ ലാഡർ നമ്മളിങ്ങനെ കടത്തി വെച്ചില്ലാതായിരിക്കും ലാഡറിനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിപ്പോൾ ലാഡറിൽ പിടിക്കുന്ന പോലെ ലാഡറിൽ പിടിച്ച് ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഇതാണ് ഇങ്ങനെ ഒരു തിരിച്ചുമാറി കളിക്കുന്നത്. പക്ഷെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഞാൻ എന്താക്കി, ഞാൻ ലാഡർ പിടിച്ച് ഒന്നും കൂടി ഈ സ്റ്റെപ്പ് പിടിച്ച് ഞാൻ തത്ത് ആലോചിച്ച് നോക്കും. ഇപ്പോഴും എനിക്ക് അത്ര വലിയ ഫീലിങ്ങും തോന്നില്ല. ലാഡർ കയറിയിട്ടും ഒന്നും കൂടി സ്റ്റെപ്പ് പിടിച്ച് ഏറ്റവും മുന്നിൽ ഒഴുകി തീരും. ഇപ്പം പക്ഷെ എന്താണ് കുറച്ചും കൂടി എനിക്ക് ഇവിടെ നിന്ന് ഇളകുന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ലാഡർ പിടിച്ചിട്ട് ഇനിയും മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ഇപ്പം തന്നെ ലാഡർ കുറച്ചും കൂടി ഇളകുന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ടോർക്കിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഇത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കെന്താണ്, എനിക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പോൾ എന്താണ് ഇങ്ങനെ വീഴുന്നൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഞാൻ ഇതിൻ്റെ ലാഡറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്കും എന്തുകൊണ്ട് വീഴുന്നൊരു ഫീലിംഗ് കിട്ടുന്നില്ല. ഇതിപ്പോൾ ലാഡർ ആണെങ്കിൽ ലാഡർ ഇങ്ങനെ എന്താണ് അതിൻ്റെ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ എന്താണ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ലാഡർ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പോകുന്ന മുകളിൽ കയറുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ കറങ്ങുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഈ മുകളിൽ കയറുന്നതാണ് അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വളരെ കുറവാണ്.
അപ്പോൾ എന്താണ് ടോർക്ക് സോഫ്റ്റ്. ഈ ടോർക്ക് കാരണമാണ് നമ്മൾക്ക് ഇങ്ങനെ ഈ ഷെയ്ക്കിങ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ഈ ലേഡറിൻ്റെ മോള് പോകുന്നത് ഇതിങ്ങനെ ഇളകികളിൽ കളിക്കാൻ കാരണം എന്നുവെച്ചാൽ ബാക്കോട്ടേക്ക് ഇങ്ങനെ വീഴാൻ കാരണം ടോർക്കാണ്. പക്ഷെ ഇവിടെ എന്താണ് ടോർക്ക് വളരെ കുറവാണ്. ഞാനിപ്പോൾ കുറച്ചും കൂടി മുകളിലെത്തി കഴിഞ്ഞാൽ എന്താണ് കുറച്ചും കൂടി ടോർക്ക് കൂടി. പിന്നെ ഞാൻ മുകളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ടോർക്ക് പിന്നെയും കൂടി, കാരണം പെർപ്പനിക്ക് ഡിസ്റ്റൻസ് ഇത്രയുണ്ട് ഇപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി എന്താണ് ഒരു ഷേക്കിംഗ് എഫക്റ്റ് ഉണ്ടാവും. സോ ഇതാണ് ടോർക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓൺ എ ലാഡർ വെൻ യു ഗോ ഓൺ ദ ടോപ്പ് ഓഫ് ദ ലാഡർ യു ഫീൽ ലൈക്ക് യു ആർ ഫോളിങ് ഡൗൺ ബൈ എ 6. സോ നമ്മൾ ലാഡറിൻ്റെ മുകളിൽ പോകുന്നതോറും എന്താണ് ടോർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ല, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് നമ്മളെ ടോർക്ക് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി കൂടുന്നുണ്ട്. ടോർക്ക് കൂടുന്നത് സംഭവിക്കും, ഈ ഷെയ്ക്കിംഗ് എഫക്റ്റ് കൂടും. അങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ അവിടുന്ന് താഴെ നിന്ന് അല്ല മുകളിൽ നിന്ന് താഴെ വീഴുന്ന സാധ്യത കൂടുതലാണ്. സോ ദിസ് ഇസ് ദ കോൺസെപ്റ്റ്. അപ്പോൾ ഞാനിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സി ഇട്ടിട്ടുണ്ട്, കയ്യിൽ ഫുട്ബോളുണ്ട്. ഇത് ഫുട്ബോളൊന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഇതിപ്പം മറ്റേന്ന് പറയേണ്ടത് ഫുട്ബോൾ മാച്ചിലൊന്നല്ല പോകുന്നത്, ജസ്റ്റ് ഒരു ഇതാണ് നമ്മുടെ ചെറിയൊരു ഫിസിക്സിലൊരു കോൺസെപ്റ്റാണ്. നമ്മൾ പറയും ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. വെറുതെ തിയറി പഠിക്കണം, എന്ത് ചെയ്യാം, കോൺസെപ്റ്റിലൂടെ അല്ല നമ്മളെ എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് കോൺസെപ്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഫുട്ബോളിൽ നിന്ന് എന്തായാലും എല്ലാവരും വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്താക്കുവാണ്, ഈ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കുവാണ്. ഇപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല, അതിപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് ഇല്ലോണ്ടാണ് അതവിടെ നിന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഈ ബോള് അവിടെ നിൽക്കുന്നില്ല. ഞാനിപ്പോൾ എന്താണ്, എനിക്കിപ്പോൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ എന്താണ് അതിനെ സ്റ്റോപ്പാക്കില്ല, ബോൾ ഒരിക്കലും നിൽക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ജസ്റ്റ് കീപ് ട്രാവലിങ്. ഇതിപ്പോൾ ഇങ്ങനെ പോകുന്നു, എനിക്കിപ്പോൾ ബോൾ നിർത്താണ്ടിരിക്കൽ ബോൾ ഇനി നിൽക്കുക എന്ന് പറഞ്ഞാൽ ബോൾ നിൽക്കും. ഞാനതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കണം. സോ എന്താണ് അതേപോലെ തന്നെ ഇതിപ്പോൾ ഒരു നിൽക്കുന്ന ബോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇതാ ഈ ബോൾ ഇങ്ങനെ താനെ നീങ്ങി പോകണമെന്ന് വിചാരിച്ചാൽ ബോൾ നീങ്ങൂലല്ലോ. ഞാൻ പറയുന്നവിടെ ബോൾ ഇനി എന്താണ് ഞാൻ ഇന്നെ എന്താ പറയുക കിക്ക് ചെയ്യുമെന്നില്ല, ഇനി അങ്ങ് വരെ ഗോൾ പോസ്റ്റ് വരെ എത്തണമെന്ന്. ഇപ്പോൾ ബോളിനെടുത്ത് പറഞ്ഞാൽ ബോൾ നീങ്ങൂലല്ലോടോ. ബോൾ പറയൂ എല്ലാ മനുഷ്യ എന്നെ ചവിട്ടാണ് ഇനി എന്ന് പറയുന്നത്, ഇനി എങ്ങനെ എന്നെ അങ്ങ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇതാ ഈ ബോളിനെ ഞാനെന്ന് പറയേണ്ടത് ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്താണ് ഈ ബോൾ നീങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ബോൾ അടുത്ത് നിന്നിടത്ത് തന്നെ. എന്തുകൊണ്ട്? ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്ന് പറയുന്നത്. എന്താണ്, എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ. സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബോളിന് അതേ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കാനാണ് എന്താണ് താല്പര്യം. അതേപോലെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇതിപ്പോൾ ബോഡി ഇങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ ഇതേ സ്റ്റേറ്റിൽ റെസ്റ്റ് തന്നെ നിൽക്കാനാണ് ബോഡിക്ക് ഇഷ്ടം. എപ്പം വരെ, അൺലെസ് ആൻഡ് അൺടിൽ an external unbalanced force is applied on it. എന്താണ്, ഞാനിപ്പോൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് അത് കൊടുക്കുന്നത് എന്താണ്, ആ ബോഡിക്ക് എന്താണോ അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതി അതിൽ തന്നെ തുടരാനാണ് ഇഷ്ടം. അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യാൻ ഇഷ്ടം. അതിപ്പോൾ എന്താണ് ബോൾ റെസ്റ്റിലാണെങ്കിൽ എന്താണ് അതിന് റെസ്റ്റ് തന്നെ നിൽക്കാൻ ഇഷ്ടം. ദാറ്റ് ഈസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ആൻഡ് a body continues to be in state of rest or motion unless and until an external unbalanced force is applied on it. അപ്പോൾ ഓക്കെ, ഈ ചുമര് കാണിച്ചുകൊണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. വളരെ സിമ്പിളായിട്ടുള്ള നിയമമാണ്, ഇതെനിക്ക് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മളിപ്പോൾ ഞാൻ എന്തിപ്പാണ് എനിക്കിപ്പോൾ ദേഷ്യം പിടിച്ചു, എന്നിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചുമരിനെ അടിച്ച് പൊട്ടിക്കാൻ തീരുമാനിക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഇതിപ്പോൾ ഒറ്റ അടിക്കാൻ നേരം ചുമരൊത്ത് അടിച്ചു പോകുന്നു വിചാരിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, കാരണം സൂപ്പർമാൻ ഒന്നല്ല. പക്ഷേങ്കിൽ എന്താണ് ഞാനിപ്പോൾ എന്താണ് ഇല്ല ഫോഴ്സ് വെച്ചിട്ട് ഇപ്പോൾ എന്താണ് ചുമരുമേൽ അടിച്ചു. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ച്, ഞാനിപ്പോൾ ഇവിടെ ചുമരുമേൽ അടിക്കുന്ന സമയത്ത് ഈ ചുമര് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇത് കൊടുത്തത് ആക്ഷനാണ്, പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടിയത് റിയാക്ഷനാണ്. ഇതിപ്പോൾ ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്ത് എനിക്ക് ആ രീതിക്ക് നല്ലോണം വേദനയാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ് എനിക്ക് ഇങ്ങോട്ടേക്കാണ് കിട്ടുന്ന ഫോഴ്സ്. അതുകൊണ്ടാണ് എനിക്ക് ഈ വിരലിൻ്റെ ഇവിടെ വേദനയാകുന്നത്. ഇങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് ഫോഴ്സ് തിരിച്ച് കിട്ടുന്നത്, അതാണ് റിയാക്ഷൻ. സോ ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെയുള്ളൊരു നല്ലൊരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ
എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോഴ്സ് അല്ല ആക്ഷൻ ആൻഡ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. ആക്ഷൻ റിയാക്ഷൻ പെയർ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. യെറ്റ് ദേ ഡോണ്ട് ക്യാൻസൽ ഈച്ച് അതർ. എന്തുകൊണ്ട്? ബിക്കോസ് ദേ ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ കൈ ഈ ചുമരിനോട് അടിക്കുന്ന സമയത്ത് എൻ്റെ ആക്ഷന് ചുമരുമേലേക്കാണ്, പക്ഷേ ചുമരിൻ്റെ റിയാക്ഷൻ എൻ്റെ അടുത്തേക്കാണ്. ഇത് രണ്ട് കേസാണ്. എന്ന് വെച്ചാൽ ഒരേ ബോഡിക്ക് എൻ്റെ കൈക്ക് തന്നെയാണ് ഈ ആക്ഷനും റിയാക്ഷനും എല്ലാം പറ്റുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഞാൻ ഈ ചുമരുമ്പിൽ അടിക്കാണ്ട് തന്നെ എനിക്ക് ആ വേദന തോന്നുന്നുണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താണ് ചുമരുമ്പിൽ അടിക്കുന്നൊന്നുമില്ല, പക്ഷേങ്കിൽ ഈ ചുമരുമ്പിൽ അടിക്കുന്ന വേദന എനിക്ക് ഇതിങ്ങനെ ചുമരുമ്പ് വെറുതെ ഇങ്ങനെ കൈ വെച്ചാൽ എനിക്ക് ആ വേദന തോന്നുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ആക്ഷൻ റിയാക്ഷൻ പെയർ ഈവൻ ദോ ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ദേ ഡോണ്ട് ക്യാൻസൽ ഈച്ച് അതർ. എൻ്റെ കയ്യിൽ തന്നെയാണ് ഈ ആക്ഷനോ റിയാക്ഷനിൽ സംഭവിക്കുന്നെങ്കിലാണ് എന്ത് സംഭവിക്കുക? ആക്ഷൻ റിയാക്ഷൻ പെയർ അല്ല എന്ത് സംഭവിക്കേണ്ടത്? ഒരേ ബോഡിയിൽ തന്നെ ആക്ഷനും റിയാക്ഷനും സംഭവിക്കുകയാണെങ്കിലാണ് ആ ഫോഴ്സ് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ വ്യത്യസ്ത കണ്ടീഷനാണ്. എൻ്റെ ഫോഴ്സ് ചുമരുമ്പിലോട്ടേക്കാണ്, ചുമരിൻ്റെ റിയാക്ഷൻ ഫോഴ്സ് എന്നിലേക്കാണ്. ബോഡി 1 ടു ബോഡി 2, ബോഡി 2 ടു ബോഡി 1. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്ടൻ്റെ എന്താണ് സെക്കൻഡ് ലോ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു സൂട്ട് കേസ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ നല്ല എന്താണ് ഗൾഫിൽ നിന്നുള്ള സൂട്ട് കേസ്. ഇത് കുറച്ച് പഴയതായി പോയിട്ടുണ്ട്, പക്ഷെ എന്തായാലും എന്താണ് ഞാനിപ്പോൾ ഈ സൂട്ട് കേസിൻ്റെ ഇവിടെ നിന്ന് എനിക്ക് ഈ സൂട്ട് കേസിനെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് എനിക്ക് ഇവിടുന്ന് അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യണം. പക്ഷെ എന്ത് ചെയ്ത് ഞാൻ ഇവിടെ കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ എന്തായി? എനിക്ക് വളരെ എളുപ്പത്തിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് സൂട്ട് കേസ് മുന്നോട്ടും ബാക്കോട്ട് എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വളരെ എളുപ്പത്തിൽ എനിക്ക് ഇതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ട് ഇതിനെ നീക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ സൂട്ട് കേസിനെ നീക്കിക്കഴിഞ്ഞ് ഇനി നമ്മൾ നീക്കാൻ പോകുന്നത് ഇതിനെയാണ്. ഏത്? ഈ മേശേന, ഈ കാണുന്ന ടേബിളിനെ ഇനി നീക്കാൻ പോകുന്നത്. വെയിറ്റ്, ഇതൊന്ന് അഡ്ജസ്റ്റ് ആയിക്കോട്ടെ. ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ ട്രൈ ടു പിന്നെ പോവാം. അപ്പോൾ ഞാനിതാ ഇതിനെ നീക്കാൻ വേണ്ടി പോവാണ്. ഐ എം ട്രൈയിങ് മൈ ബെസ്റ്റ്. പറ്റുന്നില്ല ഗൈസ്. എന്നാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എനിക്ക് എന്താണ് ഇതൊന്നും നീക്കാൻ പോലും ആവുന്നില്ല. ഇവിടുത്തെ ഈ പറഞ്ഞ നമ്മളെ മേശ സ്ട്രോങ് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എനിക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇത് എനിക്ക് വളരെ പെട്ടെന്ന് നീക്കാൻ പറ്റി, പക്ഷെ എനിക്ക് അതേ സമയത്ത് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് നീക്കാൻ പോലും പറ്റാത്തതിൻ്റെ കാരണം എന്താ? അവിടെയാണ് ന്യൂട്ടൻ്റെ ലോ വരുന്നത്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി. നമ്മളെ ബോഡിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡെറിവേറ്റീവ് d/dt. എന്തിൻ്റെ? മൊമെൻറ്റം p. dp/dt എന്നാണ് പറയുക. എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ dp/dt. എഫ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു dp/dt. ആ k നമ്മൾ 1 ആയിട്ട് എടുക്കും. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു dp/dt. d/dt ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ d/dt ഓഫ് mv, m പുറത്തെടുത്ത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അപ്പോൾ d/dt ഓഫ് v. dv/dt ഇസ് ഈക്വൽ ടു a. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ma. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? എഫ് ഇസ് ഈക്വൽ ടു ma എന്നാണ് നമ്മൾ ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോനെ പറയുന്നത്. അവിടെ എന്ത് സംഭവിക്കുന്നത്? മാസ് കൂടുമ്പോൾ ഫോഴ്സ് കൂടും. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് കൂടും. ഇത് ഞാനിപ്പോൾ കൊടുക്കുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലാണ്ട് ഇൻറ്റേർണലായിട്ട് എന്താണ് ഈ ബോഡിക്ക് കിട്ടുന്ന ഫോഴ്സ് അല്ല, ഞാൻ അതിന് അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. അതുകൊണ്ട് അത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താ? ഇവിടെ ഈ പറയുന്ന നമ്മളെ സൂട്ട് കേസ് ചേട്ടന് എന്താണ് മാസ് വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ മാസ് കുറവേണ്ട തന്നെ എനിക്കതിൽ എക്സ്പ്ലൈ ചെയ്യേണ്ട എക്സ്റ്റേണൽ ഫോഴ്സും കുറവാണ്. പക്ഷെ അതേ സമയത്ത് ആലോചിച്ച് നോക്ക്, ഈ മേശേൻ്റെ മുകളിൽ ഇവിടെ അലാക്ക് എന്തെല്ലോ സാധനങ്ങളുണ്ട്, എന്തെന്നാന്നും കൂടി എനിക്കറിയില്ല.
അപ്പോൾ ഇതെല്ലാം വരും ഇതിൻ്റെ മാസ് കൂടി. അപ്പോൾ ഞാനതിന് കൊടുക്കേണ്ട, അതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായില്ല കൊടുക്കേണ്ട എക്സ്റ്റേണൽ ഫോഴ്സും കൂടി. അതുകൊണ്ടാണ് ഞാനെന്താണ് എത്ര ശ്രമിച്ചിട്ട് എനിക്കിത് നീക്കാൻ പറ്റാത്തത്. അതിൻ്റെ അപ്പോൾ പണിയായിപ്പോയി. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം of a body is directly proportional to the external force applied on it and that force അല്ല എന്താണ് and it is in the direction of the force. ആ പറയുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് അതേ ഡയറക്ഷനിലാണ് അത് നീങ്ങുന്നത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മളെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ചെറിയൊരു കോൺസെപ്റ്റാണ്. ഞാൻ ഈ കയ്യിൽ ഹോസ് പൈപ്പ് പിടിച്ചാകുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടാവും. ഇറ്റ്സ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. അപ്പോൾ എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്? A1 V1 is equal to A2 V2. അപ്പോൾ എന്താണ് ഏരിയ ഇൻറ്റു വെലോസിറ്റീസ് കോൺസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇവിടെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനിപ്പോൾ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിപ്പോൾ എനിക്ക് എനിക്ക് ഈ പറഞ്ഞ പ്ലാന്റിനെ വെള്ളം ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നുണ്ട്, വാട്ടറിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് അതുപോലെ എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് ഇവിടെ ഇതേ സ്ഥലത്ത് നിന്നുകൊണ്ട് എൻ്റെ പൊസിഷൻ മാറ്റാൻ എനിക്കതാ അവിടെ ഇല്ല ആ ചട്ടിക്ക് വെള്ളം കോരാൻ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ നേരെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ തന്നെ പൈപ്പിൻ്റെ ഈ ഹോളിൻ്റെ ഏരിയ എന്ത് ചെയ്യും, അങ്ങ് കുറക്കും. അന്നേരം എന്താ സംഭവിക്കും? ഇതാണ് ദിസ് ഇസ് കോൾഡ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഞാൻ ഏരിയ ഏരിയ കൂട്ടുന്ന വെലോസിറ്റി കുറഞ്ഞ്, ഏരിയ കുറച്ച് വെലോസിറ്റി കൂടി, ഏരിയ ഇൻക്രീസ് വെലോസിറ്റി ഡിക്രീസ്, ഏരിയ ഡിക്രീസ് വെലോസിറ്റി ഇൻക്രീസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റീൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടുന്ന് ചോദിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ്, ഇതിപ്പോൾ ഒരു ബ്രോഡർ പൈപ്പ് എന്താണ്, ഞാനിപ്പോൾ ഇതിൻ്റെ ഏരിയ കുറച്ചുകൊണ്ട് എന്താക്കി ഇതിനൊരു നാരോ പൈപ്പാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല ശരിക്കും, ഇതൊരു ശരിക്കും വലിയൊരു പൈപ്പ് എന്താണ് ചെറിയ പൈപ്പിലേക്ക് മാറാൻ. പക്ഷേ നിങ്ങളിപ്പം വിചാരിക്കുക ഈ പൈപ്പ് എന്താക്കി ഇതിപ്പോൾ നല്ലൊരു തടിച്ചൊരു പൈപ്പാണ്. ഞാനിതിൻ്റെ ഏരിയ കുറച്ചുകൊണ്ട് ഇതിനൊരു എന്താക്കി ഒരു നാരോ എന്ന് വെച്ചാൽ ഏരിയ കുറഞ്ഞൊരു പൈപ്പാക്കിനെ മാറ്റി. അപ്പോൾ ഇതിൻ്റെ പ്രഷറിൽ എന്താ സംഭവിക്കുക? അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രണ്ട് കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഒന്ന് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അത് നമുക്കറിയാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമുക്ക് എന്താ പറഞ്ഞിരുന്നത്, ഇതിപ്പോൾ ഇവിടെ ഒരു ഏരിയ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി കൂടിയതാ, വാട്ടറിൻ്റെ വെലോസിറ്റി കൂടി. പക്ഷേ വാട്ടറിൻ്റെ വെലോസിറ്റി കൂടുന്ന പ്രഷറുമായിട്ട് എങ്ങനെ ബന്ധം? അവിടെയാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് നമ്മൾ പഠിച്ചത്, P + ½ ρv² + ρg കോൺസ്റ്റൻ്റ് ആണല്ലോ. അപ്പോൾ അവിടെ എന്താണ് ½ ρv² ഉണ്ടല്ലോ, ആ V² എന്ന് പറയുന്ന ടേം എന്താണ് കൂടുന്ന സമയത്ത് എന്താണ് ഇത് കോൺസ്റ്റൻ്റ് ആണെന്നല്ല പറയുന്നത്. അപ്പോൾ ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് കുറയണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്നത് നമ്മളെ ഇതാണ്, അവിടെ വെലോസിറ്റി കൂടുമ്പോൾ അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, P എന്ന് പറയുന്ന പ്രഷർ അവിടെ കുറയണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ ചോദ്യത്തിൽ എങ്ങനെയായിരുന്നു, വെൻ പൈപ്പ് ഫ്ലോസ് ഫ്രം എ ബ്രോഡർ പൈപ്പ് ടു എ നാരോ പൈപ്പ് ഇറ്റ്സ് പ്രഷർ എന്താ സംഭവിക്കുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്, നോട്ട് ഇൻക്രീസസ്. ഇൻക്രീസസ് എന്ന് പറഞ്ഞെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഡിക്രീസാണ് ചെയ്യുന്നത്. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയും ബെർണോളിസ് പ്രിൻസിപ്പിൾ രണ്ടും കോമ്പൈൻ ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് അത്. ഓക്കെ, അപ്പോൾ കൺസിഡർ എ ഡോർ. എന്താണ് ഇത്, ഡോറാണ്. അപ്പോൾ ഇതാണ് ഹാൻഡിൽ. അപ്പോൾ ഇത് ഹാൻഡിൽ എന്താണ്, ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് എന്താണ് എനിക്കിതിനെ ഇങ്ങോട്ടേക്ക് ഇതിപ്പോൾ ഓക്കെ എനിക്ക് ഹാൻഡിലിനെ പിടിച്ചിട്ട് എന്താണ് ഇവിടത്തേക്ക് എത്തിക്കണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര സുഖം. ഞാൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയം. ഇത് ഇങ്ങനെ താനെ ഇങ്ങനെ വരുന്ന പോലെ ഉണ്ട്. അതേസമയം ഇവിടെ എന്ത് സംഭവിക്കുന്നത്, ഞാൻ ഇവിടെ വെച്ചിട്ട് ഇത് ഇവിടെ പിടിച്ചിട്ട് ഇതാക്കുമ്പോൾ നോക്കുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. ആ ഫീല് കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റായിട്ട് വളരെ മൈൽഡായിട്ട് ചെയ്യുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് ഞാൻ ഇവിടെയല്ലേ എത്തുന്നപ്പോഴത്തേക്ക് ഇത് എനിക്ക് അത്ര എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എനിക്കിത് അത്ര നല്ലോണം ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും ഇത് ഇത്ര എളുപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എന്തായാലും പറയാം. അപ്പം എന്താണ് ഈ പറയുന്ന എന്താണ് കോൺസെപ്റ്റ്, ഇത് നമ്മളെ നാട്ടിൽ ഇതിൻ്റെ വെജാവരി എന്ന് പറയും. ഈ സാധനം കണ്ടേ, ദിസ് ഈസ് കോൾഡ് കാണുന്നുണ്ടാവില്ല അല്ലേ, ഒരു സാധനം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഡാർക്ക് അടിച്ചുകൊണ്ട് കാണുന്നുണ്ടാവില്ല. ഇതിനെ വെജാവരി എന്ന് പറയും. ഈ പറയുന്ന ഈ ഡോറിൻ്റെ മൂവ്മെൻറ്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എന്താണ് ചെയിൻ ഈ സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനെ ഞാൻ ഇപ്പോൾ പൊരിച്ചെടുത്തല്ല, ഈ രണ്ട് സ്ക്രൂ കഴിച്ചിട്ട് ഇതിനെ ഈ വെജാവരീൻ്റെ അടുത്തേക്ക് വെച്ച് ഈ ഹിഞ്ചസ് എന്നിനെ പറയാം. അപ്പോൾ ഈ ഹിഞ്ചസ് ആണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഇതിങ്ങനെ ഒരു ഹിഞ്ചസ് ഇങ്ങനെ നിൽക്കുന്ന അതിൻ്റെ ഇങ്ങനെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനല്ലേ നമ്മളെ ഡോറ് ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്.
അപ്പോൾ അവിടെ റൊട്ടേഷനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സാധനത്തിന് ഞാൻ വെച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡോറ് വലിക്കുമ്പോൾ പ്രയാസം തോന്നും. ഞാൻ ഇത് ആ സാധനം പൊരിച്ചിട്ട് ഇവിടെ വെക്കാൻ പറ്റുന്ന തന്നെ എൻ്റെ കൈ കൊണ്ട് കാണിച്ചത്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഈ സാധനം ഇവിടെ വെച്ചാലും ഇവിടുന്ന് എനിക്ക് എളുപ്പമാവുന്നില്ല. എനിക്ക് ഇങ്ങനെ എന്താ പറയേണ്ടത് ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ. ഇവിടുന്ന് തിരിയുമ്പോൾ എന്താണ്, ഇവിടെ പിന്നെയും ടോർക്കിൻ്റെ കോൺസെപ്റ്റാണ്. ഞാൻ അന്ന് മറ്റേ ലാഡറിൻ്റെ കോൺസെപ്റ്റ് കാണിച്ചപ്പോൾ മുകളിൽ പോകും തോറും എന്താ സംഭവിക്കുന്നത്, ഞാൻ വീഴാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതാണ് നമ്മളെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലോ ഇത്. അപ്പോൾ ഇത്ര ഡിസ്റ്റൻസ് ഞാനിതിനെ പിടിച്ചിട്ട് ഇവിടെ വെക്കുവാണെങ്കിൽ ഡിസ്റ്റൻസ് കുറവ്. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ട് ടോർക്ക് കുറവായിരിക്കും. ടോർക്ക് എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, ആ ടേണിങ് എഫക്റ്റ്. ഇതിങ്ങനെ വരുന്നത് തന്നെ ഇതിനാണ് ടോർക്ക് എന്ന് പറയുന്നത്. ഞാനൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ റൊട്ടേറ്റ് ആവുന്നുണ്ട്, അതാണ് ദാറ്റ്സ് കോൾഡ് ആക്ച്വലി ടോർക്ക്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എന്താ സ്ഥിതി, ഇതിപ്പോൾ വെജാവരി ഇടുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് പെർപെൻഡിക്കുലർ. അതുകൊണ്ടാണ് അവിടെ എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൂടി. അപ്പോൾ എന്താണ്, എനിക്ക് നല്ല സ്മൂത്തായിട്ട് ഡോറ് അടയ്ക്കാൻ പറ്റി. ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഡോർ ഹാൻഡിൽ ആൻഡ് ദ ടോർക്ക്.